27 വയസ്സുകാരനായിട്ടുള്ള എംബാപ്പയ്ക്ക് മുന്നിൽ ഇനിയും ഒരുപാട് ലോകകപ്പുകൾ ബാക്കിയുണ്ട്. മെസ്സിയുടെ റെക്കോർഡ് തകർക്കാൻ എംബാപ്പയ്ക്ക് കഴിയോ? നമുക്ക് കോഴിക്കോടുള്ള ജനങ്ങളോട് ചോദിച്ചറിയാം. അപ്പോൾ മെസ്സിയുടെ റെക്കോർഡ് തകർക്കാൻ എംബാപ്പയ്ക്ക് കഴിയോ? അത് മെസ്സി എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തെ വേൾഡ് കപ്പാണ്. അതായത് അവൻ 39 വയസ്സിലാണ് നിൽക്കുന്നത്. എംബാപ്പ പറഞ്ഞാൽ 23 വയസ്സുകാരനാണ്. അവന് കരിയർ വളരെ ദൂരെയാണ്. എന്നാലും ഞാൻ എത്രയോ കാലമായിട്ട് ഒരു പൊൻതരിയെ പോലെ നെഞ്ചിലേറ്റി നടക്കുന്നത് എൻ്റെ മെസ്സിയാണ്. ആ മെസ്സി എന്നെ ഈ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യത്തെ ഗോളുകൾ അടിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞങ്ങളെല്ലാവരും. എംബാപ്പക്ക് ഭയങ്കര ചാൻസാണ്. എംബാപ്പക്ക് ഭയങ്കരമായ ചാൻസാണ് ഉള്ളത്. എന്തായാലും നല്ല കളികൾ നടക്കട്ടെ എന്ന് നമുക്കുള്ളൊരു പ്രാർത്ഥന നടത്താം. അത് ഈ ഞങ്ങളെ മെസ്സി തന്നെയാണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും എന്നുള്ളതാണ്. അത് അർജൻറ്റീന ഫാൻ ആയതുകൊണ്ട് പറയുന്നതാണ്. എന്തായാലും മെസ്സിയും ആ കൂട്ടരും അവസാനത്തെ ലോകകപ്പുമായിട്ട് അവൻ പോട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഇവിടെ. അടുത്ത സീസൺ ആകുമ്പോൾ പൊട്ടിക്കൂ, ഉറപ്പല്ലേ? ചിലപ്പോൾ ഈ സീസണിൽ തന്നെ പൊട്ടു. വ്യത്യാസങ്ങളുണ്ടല്ലോ. യങ് പ്ലെയറാണ്, അത് വയസ്സായ പ്ലെയറാണ്. രണ്ടാണ്. മെസ്സി വയസ്സായില്ലേ, കഴിഞ്ഞില്ലേ? ഈ സീസൺ കഴിഞ്ഞ മെസ്സിൻ്റെ കഴിഞ്ഞ് ഞോൻ്റെ തുടങ്ങണല്ലേ ഉള്ളൂ. ചാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. മെസ്സിയുടെ റെക്കോർഡ് എംബാപ്പെ തകർക്കും. എന്തുകൊണ്ടാ? നല്ല ഉഷാറുള്ള ഇനിയും കരുത്തുള്ള ആളാണ്. ഈ വർഷത്തെ ലോകകപ്പ് ആര് തൂക്കും? ഫ്രാൻസ്. എന്തുകൊണ്ടാ? പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ഹാട്രിക് അടിച്ചാണ് ഫൈനലി. അപ്പോൾ എനിക്കൊരു വിശ്വാസം അടിക്കുന്നുള്ളു, തകർന്നുള്ളത്. ഈ വർഷത്തെ ലോകകപ്പ് ആര് തൂക്കും? ബ്രസീൽ ഫാനാണ്. താങ്ക് യു. ഓനിക്കിനി എത്ര വേൾഡ് കപ്പ് കളിക്കാം? എംബാപ്പക്ക് അവൻ്റെ ചെറിയ പ്രായമല്ലല്ലോ. ഇനി മെസ്സിക്ക് ഈ കൊല്ലം റിട്ടയർഡ് ആയില്ലേ. ഇനി അടുത്ത കൊല്ലം എനിക്ക് എത്ര വേൾഡ് കപ്പ് കളിക്കാൻ ചാൻസ് ഉണ്ട്, എത്ര ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്? ഓൻ നല്ല പ്ലെയർ അല്ലേ, ഫ്രാൻസിൻ്റെ കാര്യപ്പെട്ട പ്ലെയർ അല്ലേ. പിന്നെന്താ ഓനിക്ക് ഇനി ഓൻ്റെ ഭാവിയൊന്നും നഷ്ടപ്പെടാവുന്നില്ലല്ലോ. ലോകകപ്പ് ആര് തൂക്കും? ഇപ്രാവശ്യം സ്പെയിൻ തൂക്കുമെന്നെ അഭിപ്രായം. ഞാൻ ജർമ്മനിക്കാരനാണ്. ഇനി സ്പെയിന് തൂക്കുന്ന കളി കണ്ടതിന് മനസ്സിലാക്കുന്നു. ഇല്ല, എന്തുകൊണ്ടാ? കാരണം കയ്യിലാന്നാ തോന്നണേ. പിന്നെ ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ എംബാപ്പ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തകർക്കാൻ കഴിയുണ്ടാവും. ചിലപ്പോൾ മെസ്സിൻ്റെ റെക്കോർഡ് സുഖമായിട്ട് എംബാപ്പക്ക് തകർക്കാം. കാരണം എംബാപ്പ വെറും 3 വേൾഡ് കപ്പ് 16 മാച്ചിലാണ് 16 ഗോൾ അടിച്ചത്. മെസ്സി 28 മാച്ച് എടുത്തിട്ട് 18 ഗോൾ അടിക്കുക. അപ്പോൾ സുഖമായിട്ട് ചിലപ്പോൾ ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിലൂടെ ഉറപ്പായിട്ട് തകർക്കും. വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോർ എന്തായാലും എംബാപ്പ തന്നെ ആവുള്ളൂ. ഒന്നെങ്കിൽ ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിലൂടെ അത് തീരുമാനമാകും. മെസ്സി ഇപ്പം 18 ഗോളായല്ലോ. ഇനിയും കളി ഉണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചിട്ടാണല്ലോ ഉണ്ടാവുക. ഓരോ ഗോൾ അടിക്കുന്നതിനനുസരിച്ചിട്ട് റെക്കോർഡ് തീരും. അത്രേ ഉള്ളൂ. എംബാപ്പയ്ക്ക് കഴിയില്ല മെസ്സി തന്നെ. കാരണം മെസ്സി കളിച്ച കളി, അർജന്റീന കളിച്ച കളിയിൽ മെസ്സി തന്നെയാണ് ഗോൾ അടിച്ചത്. ഈ വർഷത്തെ ലോകകപ്പ് ആര് തൂക്കും? തോന്നുന്നത് അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, പിന്നെ ബ്രസീൽ. മെസ്സിയുടെ റെക്കോർഡ് എംബാപ്പെ തകർക്കും. പിന്നെ അതിന് വേറൊരു കാര്യമുണ്ട്. മെസ്സി ഒറ്റയ്ക്കല്ല കളിക്കുന്നത്, അതിന് കൂടെയുള്ള ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. മറ്റുള്ളവർക്കൊന്നും അത്ര വലിയ സപ്പോർട്ട്. പിന്നെ ലെഫ്റ്റിൻ്റെ സപ്പോർട്ടും ആർക്ക് കിട്ടുന്നുണ്ട്? മെസ്സിക്ക് കിട്ടുന്നുണ്ട്. ഈ വർഷത്തെ ലോകകപ്പ് ആര് തൂക്കും? അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പടിക്കാത്തൊരു ടീം കപ്പടിക്കണം എന്നാണ്. ഞാൻ പോർച്ചുഗലിന് ഇഷ്ടപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ട് പോർച്ചുഗൽ കപ്പടിക്കണം എന്ന് വിചാരിക്കും. ഇനി പോർച്ചുഗൽ അല്ലെങ്കിൽ ഒരു കപ്പടിക്കാത്തൊരു ടീം അടിക്കുമ്പോഴാണ് അതിനൊരു വെറൈറ്റി കാണുന്നത്. അത് ഞാൻ ആഗ്രഹിക്കുന്നു.